إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളുമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വിട പറയുകയാണ്. റമദാൻ കൊണ്ട് നേടിയെടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്ന് ആത്മവിചാരണ നടത്തേണ്ട അവസാന ദിവസങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത്. മനസ്സിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കറകൾ വീണുപോയ കാര്യങ്ങൾ മായ്ച്ചു കളയാൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് സാധ്യമായോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള ഒരുപാട് കടമകൾ, ഹക്കുകൾ നിറവേറ്റാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആ നിലക്ക് അത് തുടരുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്താൻ നമുക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് സൃഷ്ടികളോട്, പടപ്പുകളോടുള്ള പല വിഷയങ്ങളിലുമുള്ള ഹക്ക് എന്ന് പറയുന്നത്. അത് വ്യക്തിപരവും കുടുംബപരവും അതുപോലെ തന്നെ സാമൂഹ്യപരമായ രീതിയിലൊക്കെയുള്ള നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായിട്ടുണ്ട് എന്ന് ഈ റമദാൻ കൊണ്ടെങ്കിലും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. പരിശുദ്ധ റമദാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ റമദാനിലെ അവസാനത്തെ പരിശുദ്ധമായ ഈ യൗമുൽ ജുമഅയിൽ
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥനാ നിർഭരമായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സന്ദർഭമാണ്. ആ നിലയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നാളെ മരണശേഷം വിചാരണയ്ക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഓരോരുത്തരും ജീവിതത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ കേട്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ തൊലികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് സാക്ഷി നിന്നതിൻ്റെ സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർ സാക്ഷി പറയും. ആരാണ് സാക്ഷി പറയുന്നത്? നമ്മുടെ കാതും നമ്മുടെ കാഴ്ചകളും നമ്മുടെ കണ്ണും നമ്മുടെ തൊലികളുമാണ് എന്നാണ്. എന്തിനെപ്പറ്റിയാണ് അവർ സാക്ഷ്യപ്പെടുത്തുക? നമ്മുടെ അമലുകളെ പറ്റിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ആ സാക്ഷി പറയുന്ന സന്ദർഭങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ കണ്ണുകൾ എൻ്റെ കാഴ്ചകളെപ്പറ്റി, ഞാൻ കണ്ട കാര്യങ്ങളെപ്പറ്റി, കണ്ട് മനസ്സിലാക്കിയതിനെക്കുറിച്ച്, കാണേണ്ട കാര്യങ്ങൾ കണ്ടതിനെക്കുറിച്ചൊക്കെ സാക്ഷി പറയുമ്പോൾ അത് റബ്ബിൻ്റെ വിചാരണയ്ക്ക് എനിക്ക് അനുകൂലമാകുമോ എന്നതാണ് ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ കാത്, എൻ്റെ കേൾവി, അത് എൻ്റെ പ്രവർത്തനങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് നമുക്ക് അനുകൂലമാകുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. കേൾക്കേണ്ടതൊക്കെ കേട്ടു എന്നും കേൾക്കാൻ പാടില്ലാത്ത അരുതായ്മകൾ നമ്മൾ കേട്ടിട്ടില്ല എന്നും പറ്റിപ്പോയതൊക്കെ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. കണ്ണിനെ വേണമെങ്കിൽ നമുക്ക് അടച്ചു പിടിക്കാം, കാതിനെ വേണമെങ്കിൽ നമുക്ക് പൊത്തിപ്പിടിക്കാം. പക്ഷേ നമ്മുടെ തൊലികളെ നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? നമ്മുടെ തൊലികൾ സാക്ഷ്യപ്പെടുത്തിയ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ തൊലികൾ സാക്ഷിയായിരിക്കുമല്ലോ. തൊലിയില്ലാതെ നമുക്കൊരു പ്രവർത്തനവും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ തൊലികളും നാളെ നമുക്ക് സാക്ഷി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് നമ്മൾ ഈ റമദാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. ആ ഖുർആന്റെ പാരായണം നാളെ നമുക്ക് ശഫാഅത്ത് നൽകുമെന്നാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്നാണ്. നമ്മുടെ കണ്ണുകളും തൊലികളുമൊക്കെ നമ്മുടെ ഖുർആൻ പാരായണത്തിന് സാക്ഷി പറയുന്ന ഒരു മനോഹരമായ സന്ദർഭമാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതല്ല, ഈ ഖുർആൻ ഇറങ്ങിയ മാസമായിട്ടും ഖുർആൻ ഓതാൻ സമയമുണ്ടായിട്ടും ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമുക്കതിന് അവസരം കിട്ടാതെ പോയി എങ്കിൽ, നമുക്കത് നിർവഹിക്കാൻ കഴിയാതെ പോയി എങ്കിൽ നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മുടെ കണ്ണും കാതും നമ്മുടെ തൊലികളും എന്തായിരിക്കും സാക്ഷി പറയുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആനുമായി ബന്ധമുള്ളവർക്ക് അനുകൂലമായ സാക്ഷി ഉണ്ടാകും, അല്ലെങ്കിലോ പ്രതികൂലമായ സാക്ഷിയായിരിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നോമ്പ് നമുക്ക് കൂട്ടുനിൽക്കുമ്പോൾ പരലോകത്ത് വിചാരണയ്ക്ക് വലിയ ഫലമായി മാറുമ്പോൾ നമ്മുടെ കണ്ണും കാതും തൊലികളും നമുക്ക് സാക്ഷി പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മുടെ രാത്രി നമസ്കാരം, തറാവീഹും ഖിയാമുലൈലും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ, സ്വർഗപ്രവേശനത്തിന് കൂട്ടുനിൽക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും നമ്മുടെ തൊലികളും ഒക്കെ അതിന് സാക്ഷി പറയും. നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ ഫിത്ർ സക്കാത്തുകൾ എല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും തൊലികളും അള്ളാഹുവിന്റെ മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തും. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ ജമാഅത്തുകൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, നമ്മൾ കാണിച്ച കരുണയും നമ്മൾ കാണിച്ച ആർദ്രതയും നമ്മൾ ചെയ്ത വിട്ടുവീഴ്ചയും നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമയും നാളെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം, നമ്മുടെ കാതുകൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം, നമ്മുടെ തൊലികൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട്, ഈ റമദാൻ കൊണ്ട് നമ്മൾ എന്ത് നേടിയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. ഈ ഒക്കെ അവസരം വലിയ വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരുണ്ടാകും. എത്ര പരിതാപകരമായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കുക. എത്ര സങ്കട
സങ്കടകരമായിരിക്കും അവരുടെ വിചാരണകൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. റമദാൻ തീരുമ്പോൾ അത്തരം പോരായ്മകൾ ബാക്കിയുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളെങ്കിലും അതിനുവേണ്ടി കണ്ണും കാതും തൊലികളും സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ അമലുകളെ പെർഫെക്റ്റ് ആക്കുക എന്നതാണ്. രണ്ടാമത്തതായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇസ്തിഗ്ഫാറിന്റെ അവസാന മണിക്കൂറുകളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ സത്യസന്ധമായ രൂപത്തിൽ, വടക്കുറ്റമറ്റ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ്. എന്താണ് ഇസ്തിഗ്ഫാർ ചെയ്താൽ നമുക്കുള്ള ഗുണം എന്താണ്? എന്തിനാണ് നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത്? അതിന്റെ ഗുണം എന്താണ്? ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത്, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, അത് മറപ്പിച്ചു കളയും, മറച്ചു വെക്കുമെന്നതാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ നമ്മളെ അല്ലാഹു അനുഗ്രഹീതമായ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ നമ്മെ പ്രവേശിപ്പിക്കുമെന്നാണ്. അന്നേ ദിവസം അല്ലാഹു പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്, നമ്മളോട് പറഞ്ഞൊരു കരാറുണ്ട്. യൗമൻ യൗമലാ യുഖ്സില്ലാഹ് അന്നബിയ്യ വല്ലദീന ആമനൂ മഅഹ. അല്ലാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയവരും മുഅ്മിനീങ്ങളും വിശ്വാസികളും ഒരു നിലക്കും അവിടെ നിന്ദിക്കപ്പെടുകയില്ല, അപമാനിക്കപ്പെടുകയില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഷഹാദത്ത് ചൊല്ലിയവരാണ് നമ്മൾ. റസൂലുള്ളാഹിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും എത്രമാത്രം പൊരുത്തപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. എന്നിട്ട് അവർക്ക് എന്താണ് അല്ലാഹു നൽകുക? നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം. അവരുടെ മുമ്പിലൂടെയും അവരുടെ വലതുഭാഗ വശങ്ങളിലൂടെയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ പ്രകാശം അങ്ങനെ ഓടിപ്പാഞ്ഞ് വ്യാപിച്ച് കിടക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ നൂറ് അവർക്കിടയിൽ കടന്നു വരുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആരുടെ കാര്യമാണ്? സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുഅ്മിനുകളുടെ കാര്യമാണ്, നമ്മുടെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമെന്നാണ്, റബ്ബിനോട് പറയുമെന്നാണ്, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു, ഈ പ്രകാശം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്, അത് ഞങ്ങളുടെ ഈമാനിന്റെ വെളിച്ചം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രകാശത്തെ നീ പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അല്ലാഹുവേ, നീ അതിനൊക്കെ കഴിവുള്ളവനാണല്ലോ എന്ന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. തെറ്റുകൾ പറ്റിപ്പോയത് ഈ അവസാന നിമിഷങ്ങളിലും ഏറ്റുപറഞ്ഞ് അല്ലാഹുവിൽ തൗബ ചെയ്ത് അല്ലാഹുവിൽ കണ്ണീർ വാർത്ത് നമ്മളതൊക്കെ പരിഹരിക്കുക. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങളിലാണെങ്കിൽ, പരസ്പരമുള്ള ഇടപാടുകളിലാണെങ്കിൽ, പരസ്പരമുള്ള ഹക്കുകളിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം പരിഹരിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നാളെ നമ്മൾ ഉണ്ടാകണമെന്നില്ല. നാളെ നന്നാകാമെന്ന് വിചാരിച്ച ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നാളെ ശരിയാകാമെന്ന് വിചാരിക്കുന്നതൊക്കെ മൗഢ്യമാണ്, വിഡ്ഢികളാണ് അങ്ങനെ ചിന്തിക്കുക. ആ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ റമദാനിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവർ ഈ റമദാനിൽ ആയുസ് കിട്ടുമെന്ന് കരുതി കൊതിച്ചവരാണ്. പക്ഷേ അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധി കാരണം അവർ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. നമ്മളെ അള്ളാഹു ബാക്കി വെച്ചിരിക്കുന്നു. എന്തിനായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. ബാക്കി വെച്ചിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക. മൂന്നാമതായി ഓർമ്മിപ്പിക്കാനുള്ളത്, നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കിടക്കുകയാണ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. പിന്നെയും അദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടമാകുന്നുണ്ട്. ആ സങ്കടം വലിയ തേങ്ങലായി മാറുന്നുണ്ട്, വലിയ കരച്ചിലായി മാറുകയാണ്. ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥത കണ്ട് അദ്ദേഹത്തിന്റെ പ്രിയതമ ഭാര്യ അത് കണ്ടുനിന്ന് സഹിക്കാൻ കഴിയാതെ അവരും കൂടെ ചേർന്നിരുന്ന് കരയുന്ന സന്ദർഭമുണ്ട്. നീ എന്തിനാണ് കരയുന്നത് എന്ന് അബ്ദുല്ലാഹി
അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ആ സഹോദരിയോട്, ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കളുടെ സങ്കടം കണ്ട്, താങ്കളുടെ വിഷമം കണ്ട്, അതറിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് വിഷമമാകുന്നു, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹയോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് അബ്ദുള്ള കരയുന്നത്? എന്താണ് താങ്കളുടെ മനസ്സിന്റെ വിഷമം? എന്താണ് സങ്കടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ബേജാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആയത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് എന്നാണ്. എന്താണ് ആ ആയത്ത്? അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തെങ്ങാനും നമുക്ക് കിട്ടാതെ പോകുന്നതിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നമുക്ക് കിട്ടാതെ പോകുന്നതിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ഇത്ഖും മിനൻ നാർ, നരകമോചനം പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടാതെ പോകുന്നതിന്റെ സങ്കടത്തെ കുറിച്ച് ഓർത്തിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? സൂറത്ത് മറിയമിലെ 71-ാമത്തെയും 72-ാമത്തെയും ആയത്താണ് അവിടുന്ന് ഓതിക്കേൾപ്പിച്ചത്. ആ നരകത്തിന്റെ അടുക്കലേക്ക് സർവ്വ മനുഷ്യരും ഹാജരാക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വചനം കൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ്. ആളുകൾ വിചാരിച്ചത് നമുക്ക് നരകം കാണേണ്ടി വരില്ല എന്നാണ്. മുഅ്മിനീങ്ങളായവർ വിചാരിക്കുന്നത് നമുക്ക് നരകം കാണേണ്ടി വരില്ല എന്നാണ്. അങ്ങനെയല്ല, എല്ലാ മനുഷ്യരും ആ നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ്. ആ ശരീരത്തിലേക്ക് ചൂടേൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതിന്റെ ഭീകരതയും അതിന്റെ വല്ലാത്ത പ്രയാസവും കഠിനമായ സാഹചര്യങ്ങളൊക്കെ അവർ കണ്ട് ബേജാറാകുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് ഓതിക്കേൾപ്പിച്ചു, കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, അത് റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ബാക്കി ഓതിക്കൊടുത്തു, സുമ്മ നുനജ്ജിൽ ലദീന തഖൂ വനദറു ളാലിമീന ഫീഹാ ജസിയ. അതിൽ നിന്ന് ആ ഭക്തന്മാരായ തഖ്വ ആർജിക്കാൻ സാധിച്ച മുത്തഖീങ്ങളായ നല്ല മനുഷ്യർ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു നടത്തപ്പെടുമെന്നാണ്. അള്ളാഹു അവരെ തിരിച്ചയക്കും, അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. അവരോട് പറയും, നിങ്ങൾ ഇതിൽ കിടക്കേണ്ടവരല്ല എന്ന്. പക്ഷേ തിരിച്ചു നടക്കാൻ ഭാഗ്യമില്ലാത്ത കുറെ മനുഷ്യരുണ്ടാകും. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായിട്ടും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നടന്നവരുണ്ടാകും, അവഗണിച്ചവരുണ്ടാകും. ആരോഗ്യമുണ്ടായി, സമയമുണ്ടായി, സമ്പത്തുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, ആനന്ദങ്ങളുണ്ടായി, ജീവിതത്തിന്റെ സുഖങ്ങളുണ്ടായി. പക്ഷേ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ അവർ മറന്നുപോയി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ മറന്നുപോയി. ഇബാദത്തുകൾക്ക് സമയം കണ്ടെത്താൻ അവർ മറന്നുപോയി. ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വേദനകൾ കാണാൻ അവർ മറന്നുപോയി. അതിന്റെ പേരിൽ നരകത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു നടക്കാൻ കഴിയാതെ ആ നരകത്തിലേക്ക് അതിലേക്ക് മുട്ടുകുത്തിയ രൂപത്തിൽ വലിച്ചെറിയപ്പെടുന്ന നിർഭാഗ്യവാന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഓതി പഠിപ്പിച്ചു കൊടുത്ത വിവരമാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ഈ ഗൗരവം ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനായിരുന്നു നോമ്പ്? എന്തിനായിരുന്നു റമദാൻ? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മനുഷ്യർക്ക് തഖ്വ നിർബന്ധമാണ് എന്നാണ്. അള്ളാഹിനെ പേടി നിർബന്ധമാണ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ, ഓർമ്മകൾ നിർബന്ധമാണ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ തഖ്വ നമുക്ക് നേടാനായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മൾ നന്നാകാനായിരുന്നു ഈ റമദാൻ എന്നതിനാൽ നമ്മൾ നന്നായിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. പലരെയും നന്നാക്കാനായിരുന്നു റമദാൻ, നമുക്ക് അതിനൊക്കെ സാധ്യമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയണം. പലതും വിട്ടുവീഴ്ച ചെയ്യാനായിരുന്നു, ക്ഷമിക്കാനായിരുന്നു റമദാൻ, നമുക്കതിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം. നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനായിരുന്നു ഈ റമദാൻ എന്നത് നമുക്ക് മനസ്സിലാകണം. അത് നമുക്ക് സാധ്യമായോ? സാധ്യമായിട്ടുണ്ടാകണം. സാധ്യമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നരകത്തെ വളരെ ഗൗരവത്തിൽ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. സഫാ കുന്നിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്റെ കുടുംബങ്ങളെയും അറബ് സമൂഹത്തെയും ഒക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, ആ പുറത്തുനിന്ന് ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്. അവർ പറഞ്ഞു, താങ്കൾ അല്ലമീനല്ലേ, ജീവിതത്തിൽ കളവ് പറയാത്തവനല്ലേ, സത്യം മാത്രം പറഞ്ഞ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരനല്ലേ, ഞങ്ങളുടെ കുടുംബക്കാരനല്ലേ, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കൊടിയ ശിർക്കാണ്. നിങ്ങൾ ഇപ്പോൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ശിർക്ക് കലർന്നിരിക്കുന്നു.
ഏകനായ അല്ലാഹുവിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ സമർപ്പിക്കേണ്ടത്, നിങ്ങളുടെ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? തബ്ബല്ലക്ക്, നിനക്ക് നാശമുണ്ടാകട്ടെ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നിന്ദിച്ച് പോകുമ്പോ റസൂലുള്ളാഹി അവരോട് പറയുന്നുണ്ട്, അൻഖിദു അൻഫുസകും മിനന്നാർ, അൻഖിദു അൻഫുസകും മിനന്നാർ. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഇവിടുത്തെ കുടുംബം എല്ലാം ടീം സ്പിരിറ്റ് ഉണ്ടാവും, പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും ഓരോ നഫ്സും നരകത്തിലേക്ക് വീണു പോകുന്നതിനെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി അവരോട് ഒന്നാമതായി പറഞ്ഞു. മദീന പള്ളിയുടെ മിമ്പറിൽ കയറി വലിയ ഉച്ചത്തിൽ ശബ്ദമുയർത്തി റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അൻദർതുകുമുന്നാർ, നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിലെ തീയെക്കുറിച്ച് പഠിപ്പിച്ചു. ജുസ്ഉൻ വാഹിദും മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നമ്മൾ അനുഭവിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ ചെറിയ ഒരംശം മാത്രമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ കുറിച്ച്, ഉഷ്ണത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, നരകത്തിന്റെ ചെറിയൊരംശം മാത്രമാണ് ചൂട് എന്ന്. നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ 70 വർഷം കഴിഞ്ഞാണ് നരകത്തിന്റെ ആഴത്തിൽ ആ കല്ലെത്തുക എന്നാണ്. അതിന്റെ അടിത്തട്ടിൽ നിന്നും വലിയ ഭീമാകാരമായ രൂപത്തിൽ ആർത്തലച്ചു വരുന്ന ഈ തീപ്പൊരികൾ ഉണ്ടല്ലോ, വലിയ കെട്ടിടം കണക്ക് വലിപ്പമുള്ള തീപ്പൊരികൾ നരകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കത്തിയാളുകയാണ് എന്നാണ്. അവിടേക്കാണ് മനുഷ്യർ എറിയപ്പെടുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ല. ആളിക്കത്തുന്ന തീയെക്കുറിച്ച് പ്രവാചകരെ മനുഷ്യരോട് താക്കീത് നൽകുക. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ, അത്ര നിർഭാഗ്യവാന്മാരല്ലാതെ, ഭാഗ്യം കെട്ടവരല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. എന്താണ് അവർ കടന്നെരിയാൻ കാരണം? അല്ലദീ കദ്ദബ വതവല്ല, അവർ അല്ലാഹു പറഞ്ഞതിനെയൊക്കെ കളവാക്കി അല്ലാഹുവിന്റെ വചനങ്ങളോട് തിരിഞ്ഞു നടന്നു. അവരാണ് ആ നരകത്തിൽ വീഴുക. സയുജന്നബുഹൽ അത്ഖാ, തഖ്വാർജിച്ച മനുഷ്യർ അതിൽ നിന്ന് രക്ഷപ്പെടും. അല്ലദീ യുതീ മാലഹു യതസക്കാ, അവരവരുടെ ജീവിതവും അവരുടെ സമ്പത്തുമൊക്കെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. സമ്പത്ത്, ധനമൊക്കെ നൽകി സൂക്ഷ്മത പാലിച്ചവർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ സമ്പത്ത് സക്കാത്ത് കൊടുത്തോ, നമ്മൾ സ്വതക്ക കൊടുത്തോ, നമ്മൾ അതൊക്കെ ക്ലിയർ ആണോ എന്ന് നമ്മൾ ആലോചിക്കുക. നിസ്കരിക്കാൻ നമ്മളെ മുമ്പിൽ ഉണ്ടാകും, അല്ലേ? നമ്മുടെ ഇഫ്താറിന് മുമ്പിൽ ഉണ്ടാകും, ഖിയാമുൽ ലൈലിന് മുമ്പിൽ ഉണ്ടാകും, ഇഅ്തികാഫിൽ നമ്മൾ ഉണ്ടാകും, പലതിനും നന്മക്കും നമ്മൾ ഉണ്ടാകും, എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളുണ്ട്. പക്ഷെ സക്കാത്ത് നമ്മൾ മറന്നു പോകും. നമ്മുടെ സമ്പത്ത് കണക്കാക്കി അതിന്റെ വിഹിതം കൊടുക്കാനുണ്ട് എങ്കിൽ, നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ബാധ്യത കൂടി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നരകത്തിൽ എന്താണ് കത്തിക്കപ്പെടുന്നത്? കല്ലുകളും മനുഷ്യരുമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, വളരെ ഭീതിപ്പെടുത്തുന്ന പരുക്കന്മാരായ മലായികത്തുകളാണ് അവിടെ ഇവർക്ക് കൂട്ടുകൾ ഉണ്ടാകുക. ചുട്ടുതിളക്കുന്ന ഉറവകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കൈപ്പുള്ള മുൾച്ചെടികളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. മറ്റുള്ളവന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധമുള്ള പാനീയമാണ് അവിടെ കുടിക്കപ്പെടാൻ കിട്ടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നരകം വലിയ വിശാലമായതാണ് എങ്കിലും അവനവന് കിട്ടുന്ന ഇടങ്ങൾ ഇടുങ്ങുന്ന രൂപത്തിലായിരിക്കുന്നു എന്നും, ഇരുമ്പ് ദണ്ഡുകളാൽ അവർ ബന്ധിപ്പിക്കപ്പെട്ട് ഭയാനകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ നരകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ റമദാൻ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചോ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മൾ ആലോചിക്കുക. കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ചില മനുഷ്യർ വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആൻ അത് നേരത്തെ പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹ് എത്ര റഹ്മാനാണ്, എത്ര റഹീമാണ്, ഗഫൂറാണ് റബ്ബ്. എല്ലാം അല്ലാഹ് പറഞ്ഞു തരാണ്. എല്ലാ ക്വസ്റ്റ്യനും ഔട്ടായിട്ടുണ്ട്. സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാണ്. എന്നിട്ടും നമുക്ക് ബോധമില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണമെന്ന് അല്ലാഹ് തീരുമാനിക്കൂലേ? അല്ലാഹ് അവരോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. അലം യഅതികും റുസുലും മിൻകും യത്ലൂ അലൈക്കും ആയാതി റബ്ബിക്കും. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്ന, ഓതിത്തരാൻ ഒരു റസൂല്, ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നില്ലേ? വയുൻദിറൂനകും
യുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഈ വിചാരണയെക്കുറിച്ച്, സ്വർഗ നരകങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിവസങ്ങളെക്കുറിച്ച്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ദിവസങ്ങളെക്കുറിച്ച് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അപ്പൊ അവർ സങ്കടത്തോടെ പറയും, ബലാ, ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും സ്വീകരിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആഴങ്ങളിലേക്ക്, നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമെന്നാണ് പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമത്തത് നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്കാണ് എന്നതാണ്. സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഖുർആൻ ഇതിനെ തുടർന്ന് പറയുന്നുണ്ട്, കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്ന മനുഷ്യരുണ്ട്. ആരാണവർ? തഖൂ റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് വില കൽപ്പിച്ചവരാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനങ്ങൾക്ക് വില കൽപ്പിച്ചവരാണവർ. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവരിങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാകുമ്പോ അവർക്ക് മുമ്പിൽ മനോഹരമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങനെ തുറക്കപ്പെടും. വഖാല ലഹും ഹസനതുഹാ, ആ സ്വർഗത്തിന്റെ കാവൽക്കാരായ പുഞ്ചിരി തൂകുന്ന സുന്ദരന്മാരായ മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി ആ ഖജനാവിന്റെ മുന്നിൽ നിന്ന്, ആ കാവൽക്കാരായ മലായിക്കത്തുകൾ ആ സ്വർഗത്തിന്റെ മുന്നിൽ നിന്ന് അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മംഗളമുണ്ടാകട്ടെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന അനുഗ്രഹത്തിന്റെ വർത്തമാനങ്ങൾ അവർ അനുഭവിക്കും. എന്നിട്ട് അവരോട് പറയും, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഒരിക്കലും പുറത്താക്കപ്പെടാത്ത ആനന്ദത്തിന്റെ മഹാസൗഭാഗ്യമായ ആ ആനന്ദ അനുഗ്രഹങ്ങളുടെ സ്വർഗീയ പൂങ്കാവനങ്ങളിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമെന്നാണ്. അവിടേക്കാണ് നമ്മൾ പോണത്, അതിനാണ് നമ്മൾ മത്സരിച്ചത്, അതിനായിരുന്നു നമുക്ക് റമളാൻ. ആ റമളാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയോ എന്ന് നമ്മൾ ആലോചിക്കുക. ആ സ്വർഗത്തിന്റെ ഭാഗ്യവാന്മാരാകാൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കൊക്കെയാണ് ഇത് കിട്ടുക? അതിൽ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? ഇല്ല. ഖുർആൻ അത് പറഞ്ഞു തന്നു, വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി ജീവിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കൊക്കെ അത് കിട്ടും. അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത, ഈമാനോടുകൂടി അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത ആണാകട്ടെ പെണ്ണാകട്ടെ അവരൊക്കെ ഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ, ഖുർആൻ പറഞ്ഞു അവരൊക്കെ ആ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. ഒരാളോടും അല്ലാഹു അനീതി കാണിക്കുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ആ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.